ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. ഫിഷ് എന്താണെന്ന് വെച്ചാൽ അയക്കൂറയാണ്. ചെറിയൊരു അയക്കൂറയാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു അടിപൊളി ബിരിയാണി നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ബിരിയാണിക്കാകുമ്പം നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വലിയ ജീരകം പൊടിച്ചതാണ്, അതും ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കഴുകി വെച്ച ഫിഷ് ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് മസാല തേച്ച് കൊടുക്കുക. മസാല ഫിഷിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. ഫിഷിന് നന്നായിട്ട് മസാല പിടിച്ചാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മുഴുവൻ ഫിഷിന് മസാലയൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിഷിന് നല്ലപോലെ ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പ് നമുക്ക് പുറത്തെടുത്ത് വെക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് അതിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല സാവകാശത്തിൽ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഫിഷ് ആയതുകൊണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മുഴുവനായും പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനോട്ട് ഞാനൊരു അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് അതേ ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 6 സവാള എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള പെട്ടെന്ന് തന്നെ വഴന്നിട്ട് കിട്ടും. ഇപ്പോൾ സവാളൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 6 പച്ചമുളക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ്. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു 4 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയാക്കിയിട്ട് നമുക്ക് വെക്കാം. ഇത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിനുള്ള ചോറ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടാകുന്ന സമയത്ത് ഞാനതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ല ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അപ്പം തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ പട്ട, കറാമ്പ്, ഏലക്കായ അങ്ങനത്തെ സംഭവമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനൊരു കപ്പിന് അളന്നിട്ടാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമ്മൾ ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇനി അത് മൂടി വെച്ച് തിളക്കാൻ വെക്കാം. ആ സമയത്ത് നമ്മൾ മസാലേൻ്റെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു കൈപ്പിടിയോളം മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ചോറിന് വെച്ച വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറിന് നല്ലൊരു മണം കിട്ടും. ഇനി ഞാനിതിലേക്ക് നമ്മൾ കഴുകി വെച്ച 1 കപ്പ് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി മുഴുവനായി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. ഇനി നമ്മളെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫിഷ് മുഴുവൻ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഫിഷ് പൊട്ടാതെ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ മസാല കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് എന്തായി നോക്കാം. ചോറ് വെന്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാൻ വെക്കണം. ഞാൻ മസാല ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അപ്പോൾ നമുക്ക് ഈ മസാലയുടെ മുകളിലേക്ക് ചോറിട്ട് കൊടുത്താൽ മതി. കുറച്ച് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ബിരിയാണീൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണിക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ മീനിൻ്റെ മസാലയിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പുതിന മല്ലിച്ചപ്പ് പിന്നെ ഫ്രൈ ചെയ്ത സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി വരുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ലാസ്റ്റ് ലെയറാണ്. അപ്പോൾ ചോറൊക്കെ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി കളറിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത മഞ്ഞൾപ്പൊടിൻ്റെ മിക്സിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മല്ലിച്ചപ്പ് പുതിനയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂനട്ടും കിസ്മിസൊക്കെയാണ്.
അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്യാൻ വെക്കാം. മൂടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വെയിറ്റുള്ള സാധനം വെച്ച് കൊടുത്താൽ മതി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ മേലെ ദമ്മൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഈ ചോറൊക്കെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടയിലൊക്കെ മസാല ഇട്ടതൊക്കെ ചോറിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. താഴെയുള്ള മസാലയൊക്കെ തട്ടാതെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലത്തെ ഫിഷൊക്കെ പൊട്ടിപ്പോവും. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ അടിയിലുള്ള മസാലയൊക്കെ തട്ടാതെ വേണം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.